സ്ത്രീകൾ എല്ലാവരും നല്ലവരാണോ? എല്ലാ പുരുഷന്മാരും നല്ലവരാണോ? ഈ അബ്യൂസ് സ്വയം ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളത്? അച്ചീവ്മെന്റ്സിനേക്കാൾ കൂടുതൽ നമുക്ക് റീച്ച് കിട്ടുന്നത് എപ്പോഴും പ്രോബ്ലംസിലായിരിക്കും. ഈ അബ്യൂസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇതിങ്ങനെ ഒരു പ്രശ്നമായി മാറും, അല്ലെങ്കിൽ ദീപക് പോയി ആത്മഹത്യ ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കത്തില്ലല്ലോ ഷിംജിത് ഇത് ചെയ്തത്. ഒരാളുടെ മോശം കഥകൾ പ്രചരിപ്പിക്കുമ്പോഴാണ് അതിന് ഒരുപാട് ആളുകൾ വായിക്കാനും അറിയാനും ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ മസ്താനിയുടെ കേസിനകത്തിലൊക്കെ ഈ പുള്ളി അപ്പുറത്തിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്ത സമയത്ത് സഡൻ റിയാക്ഷൻ ആയിരുന്നു. ഒരാളെ സമൂഹത്തിലേക്ക് ഇയാൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ സെൽഫ് വിക്ടിം ആവുന്ന ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നമുക്ക് മനുഷ്യന്മാരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ നിജാബ് തന്നെയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ആതിര. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് മനുഷ്യന്മാരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഷിംജിത കേസ്. ശരിക്കും ആ കേസിനകത്ത് തന്നെ എനിക്കത് നോട്ടീസ് ചെയ്തപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ, പൊതുവെ ഈ സെക്ഷൽ അബ്യൂസസിനെങ്കിൽ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളത് അബ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാഡ് ടച്ച് ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ കടന്നു നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. നമ്മൾ ഈ റിഫ്ലെക്സ് ആക്ഷൻസ് ഉണ്ടാവും. ഈ റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാവാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ട് നിന്ന് പോവും. അങ്ങനെയൊക്കെ ഒരു മെത്തേഡാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരാളെ സമൂഹത്തിലേക്ക് ഇയാൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ സെൽഫ് വിക്ടിം ആവുന്ന ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഷിംജിതയുടെ കേസിനകത്തില് ഡോക്ടറിനോട് നമ്മൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, പുള്ളിക്കാരത്തേക്കല്ലായിരുന്നു അബ്യൂസ് ഉണ്ടായത്. അവര് അബ്യൂസ് കണ്ടിട്ട് ഇയാളൊരു അബ്യൂസുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വിക്ടിം ആവുക. എന്നുവെച്ചാൽ അയാൾ തട്ടുന്നവരെ വെയിറ്റ് ചെയ്ത് തട്ടി, എന്നിട്ടും റിയാക്ട് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ശരിക്കും പോസിബിൾ ആവുന്നത്? നമുക്ക് അബ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മെന്റാലിറ്റി പ്രിപ്പേർഡ് ആയി മാറുന്നത്? അത് ശരിക്കും ഈ ഒരു അബ്യൂസിനെ ശരിക്കും ആ ഒരു വെയിൽ ആ ഒരു അബ്യൂസിനെ തുറന്ന് കാണിച്ചാൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു അബ്യൂസാണ് ഒരാൾ ഈ ഒരു വെയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടായി, അത് ഏതോ ഒരു ബസ്സിൽ ഏതോ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീഡിയോ സഹിതം കാണിച്ചുകൊണ്ട് ആ വ്യക്തി അതുകൊണ്ട് എന്ത് മാറ്റമായിരിക്കും സൊസൈറ്റിയിലേക്ക് ഉണ്ടാക്കാന്നായിരിക്കും ചിന്തിക്കാന്ന് ആദര ചിന്തിക്കുക? ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെൻഡ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. കാരണം നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ സംഭവമാണ് എന്നൊരു തലങ്ങളിലേക്ക് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ജെനുവൻ റിയാക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മസ്താനിയുടെ കേസിനകത്തിലൊക്കെ ഈ പുള്ളി അപ്പുറത്തിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്ത സമയത്ത് സഡൻ റിയാക്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നു, ഇവർക്ക് ഇറിറ്റേഷൻ ആവുന്നു, ഇത് ഒരു ഷൂട്ട് ചെയ്യുന്നു, റിയാക്ഷൻ ചെയ്യുന്നത് വരെ ആ വീഡിയോക്കകത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബസ്സിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന മസ്താനിയുടെ കേസിലാണ്. പക്ഷെ അതിനകത്തിലൊക്കെ നമ്മൾ അബ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ട്രോമറ്റൈസ്ഡ് ആവാതെ നമ്മുടെ ഫെയിം നോക്കാതെ നമ്മളത് റിയാക്ട് ചെയ്യണം എന്നൊരു സാധനമാണ് എനിക്ക് ഇത്ര റിയാക്ഷനിലൂടെ തോന്നിയത്. പക്ഷെ ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. സ്വന്തമായിട്ടൊരു വിക്ടിമായിട്ട് ആദ്യമായിട്ടാണ് ഒരാള് ഇങ്ങനെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ലോങ് ആയിട്ടുള്ള ഒരു വൈഡ് മോട്ടിവേഷൻ തന്നെയാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഇങ്ങനെയായിരിക്കണം, നമ്മൾ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ തുറന്നു കാണിക്കണം, അതുകൊണ്ട് നാളെ തൊട്ട് നമ്മൾ എല്ലാ പുരുഷന്മാരെയും പോയി പരീക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് കണ്ടത്. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരുപക്ഷെ അവരുടെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡും കറേജിയസും ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊക്കെ തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പോൾ റീച്ച് കൂട്ടാനായിട്ട് ഇപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചൊവ്വയുള്ളൊരു കാര്യം നമ്മൾ പറയുമ്പോഴായിരിക്കും അതിന് റീച്ച് കൂടുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ആരുടെയും കേൾക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. ഒരാളുടെ മോശം കഥകൾ പ്രചരിപ്പിക്കുമ്പോഴാണ് അതിന് ഒരുപാട് ആളുകൾ വായിക്കാനും അറിയാനും ഒക്കെ ഉണ്ടാവുള്ളൂ. സോ മനുഷ്യൻ്റെ ഒരു ബേസിക് സ്വഭാവം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാന്നുള്ളതാണല്ലോ ഏറ്റവും. അപ്പം അച്ചീവ്മെൻറ്റ്സിനേക്കാൾ കൂടുതൽ നമുക്ക് റീച്ച് കിട്ടുന്നത് എപ്പോഴും പ്രോബ്ലംസിലായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലംസിലൂടെ എൻ്റെ റീച്ച് വീണ്ടും കൂട്ടാലോ എന്ന് തന്നെ ആയിരിക്കണം ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവുക, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ അതുവഴി പോയത് ദീപക് എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു ലൈഫാണ്. ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ ആ വ്യക്തിക്ക് ഉണ്ടായതും വളരെ വലിയൊരു. ഷിംജിത അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ലെങ്കിലോ? കാരണം ഇതിനു മുൻപുണ്ടായിരുന്ന ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത കേസുകളിലൊന്നും ഈ പറയുന്ന പുരുഷന്മാരൊന്നും ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി കാണും, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരിലേക്ക് വീഡിയോ എത്തും, അല്ലെങ്കിൽ കുറച്ച് കാലം ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കപ്പെടും.
അതിന്റെ അപ്പുറത്തേക്കും ഇത് ഇങ്ങനെ ഒരു പ്രശ്നമായി മാറും, അല്ലെങ്കിൽ ദീപക് പോയി ആത്മഹത്യ ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കത്തില്ലല്ലോ ഷിംജിത് ഇത് ചെയ്തത്. അത് നോർമലി ചിന്തിച്ചാൽ അതിൻ്റെ അകത്ത് വേറൊരു ഹിഡൻ അജണ്ടയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നോർമലി ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കില്ല, ആ കുട്ടിയുടെ റീച്ചിന് വേണ്ടി തന്നെ ചെയ്തായിരിക്കും. പക്ഷെ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുമ്പം ഓരോ ആളുകളെയും ഡിഫറെന്റ് വേയിലായിരിക്കും എഫക്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒരേ തലത്തിൽ തന്നെ കാണണമെന്നില്ല. അപ്പൊ ദീപക് എന്നുള്ളൊരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏതൊരു പ്രൊവോക്കേഷനിൽ ആ ഒരു വാല്യൂ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ആ ഒരു നിമിഷത്തെ തോന്നലിലാണല്ലോ നമ്മൾ പോയി സൂയിസൈഡ് ചെയ്യുന്നത്. അതിങ്ങനെ നമ്മൾ സൂയിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞുറപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. ഒരു പ്രോബ്ലം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ലൈഫേ വേണ്ടാന്ന് വെച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി, ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിക്കണ്ട എന്നൊക്കെ ആ ഒരു മൊമെന്റിൽ തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തോന്നിയിട്ട് അദ്ദേഹം ചെയ്തതായിരിക്കാം. ചിലപ്പോൾ അത്രയും വീക്കായിട്ടുള്ള മൈൻഡ് ആയിരിക്കാം. അതായത് വേറൊരു പുരുഷനാണെങ്കിൽ ചിലപ്പം പുള്ളിയും ഒരു സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ആക്റ്റീവ് ആവുകയും റീച്ചിന് താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് ആ വ്യക്തിക്കെതിരെ പുള്ളിക്കും റീൽസ് ക്രിയേറ്റ് ചെയ്യാം, അവനവന്റെ പോയിന്റ്സ് പറയാം അല്ലേ. അപ്പം ഇത് ഡിഫറെന്റ് റിയാക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ ദീപകിന്റെ കേസിൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റി കാണില്ല. അപ്പം അത് അങ്ങനെ താങ്ങാൻ പറ്റാതിരിക്കുമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ കേസ് അങ്ങനെയായി. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരാളുടെ ലൈഫ് പോയല്ലോ. തീർച്ചയായും ഒരാളുടെ ലൈഫ്. എനിക്ക് ഞാൻ നേരത്തെ ചോദിച്ച അതേ സംശയത്തിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുന്നത്. ഈ അബ്യൂസ് സ്വയം ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളത്? ഒരാൾ വന്ന് എന്നെ തട്ടണം, അല്ലെങ്കിൽ ബാഡ് ടച്ച് ഇപ്പൊ അറിയാതെ തട്ടിപ്പോകുന്ന സമയത്ത് ഇപ്പൊ ഷിംജിതെ തന്നെ തട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരിത് കണ്ട് തട്ടണം എന്ന് വിചാരിച്ച് മൊബൈലിൽ വീഡിയോ എടുക്കാതെ തട്ടുന്നതും ഇവരെ എന്നുവെച്ചാൽ ഇവരെ തന്നെ അബ്യൂസ് ചെയ്ത് ഇനി റിയൽ ആയിട്ട് ഇവർക്കാണ് അബ്യൂസ് ഉണ്ടായത്, ഇവരുടെ ദേഹത്താണ് ആദ്യം തട്ടുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിയാക്ഷന്റെ വ്യത്യാസം എന്തായിരിക്കും? അതായത് എന്നെ അബ്യൂസ് ചെയ്തോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ പോയി നിന്ന് കൊടുക്കുന്നത് എന്ത് മാനസികാവസ്ഥയാണെന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതെന്ത് മാനസികാവസ്ഥയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തട്ടുന്നതോ മുട്ടുന്നതോ അല്ലല്ലോ അവിടെ പ്രശ്നം, എൻ്റെ റീച്ചാണല്ലോ പ്രശ്നം. അത് ഇപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ സ്ത്രീകൾ എല്ലാവരും നല്ലവരാണോ? എല്ലാ പുരുഷന്മാരും നല്ലവരാണോ? ഇപ്പം തന്നെ നമുക്കൊരു പ്രോബ്ലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, സ്ത്രീയും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. കൂടുതലും ഇപ്പം ഒരു മജോറിറ്റി സ്ത്രീകളാണെന്നോ മജോറിറ്റി പുരുഷന്മാരാണെന്നോ പറയാൻ പറ്റില്ല. രണ്ട് തലങ്ങളിലും അബ്യൂസുകളുണ്ട്. അപ്പം ഇപ്പം തന്നെ ഇപ്പോൾ ഒരു എക്സ്ട്രാ മാറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ പുരുഷനും സ്ത്രീയും തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പുരുഷൻ ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ള ആളായിരിക്കാം, ആ സ്ത്രീ വേറൊരാളുടെ ഭാര്യയായിരിക്കാം. അപ്പൊ എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റുകൾ വേറെയാണ്. അപ്പൊ ആ പുള്ളിക്കാരിക്കെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പോയി അല്ലെങ്കിൽ വിക്ടിം ആയിട്ട് എന്നെ അബ്യൂസർ എന്നുള്ളൊരു തോന്നൽ, അബ്യൂസ് അതിന് വേണ്ടി ഞാൻ നിന്നു കൊടുക്കുക എന്നുള്ളൊരു പോയിന്റ് അവരുടെ മനസ്സിലേ പോയിട്ടുണ്ടാവില്ല. ഞാൻ ഈ സത്യത്തെ തുറന്നു കാണിക്കാൻ പോകുന്ന ധീര വനിത എന്നുള്ളതായിരിക്കും പുള്ളിക്കാരിയുടെ ഒരു ഇത്. അതായത് ഇതിനെ തുറന്നു കാണിക്കണം, എനിക്ക് റീച്ച് കൂട്ടണം, അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണം, അപ്പം ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ട് വരും. ഈ ഒരൊറ്റ തോന്നലിലായിരിക്കും ആ പെൺകുട്ടി പോയി ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എന്തായാലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ആ സമയത്തെ ഒരു രീതിയില്ല. പക്ഷെ മാനസികാവസ്ഥ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ആളുകളില്ലേ? അവനവന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരാളെ പലപ്പോഴും നമ്മൾ പുരാണങ്ങളിൽ തൊട്ട് ഒരാളെ അടിച്ചു വീഴ്ത്തിയിട്ട് നമ്മൾ ഗ്രോ ചെയ്യാനായിട്ട്, പുരാണങ്ങളിൽ തൊട്ടെന്ന് തന്നെയല്ല നമ്മളറിയാം, ഒരാളെ വെട്ടി വീഴ്ത്തിയിട്ടാണ് മിക്കവരും വളർന്നു കയറി വരുന്നത്. അത് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താന്ന് വിചാരിച്ചാൽ ഇയാളെ വെട്ടി വീഴ്ത്തുമ്പോഴും അല്ലെങ്കിൽ ഈ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡിഗ്നിറ്റിനെ ബാധിക്കും അല്ലേ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്കത് നേടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എന്ത് വാല്യൂ സിസ്റ്റവും കളഞ്ഞേക്കാം, എനിക്ക് എൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ അതിന് നമുക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. ഒന്ന് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തോണ്ട് നമുക്ക് നിന്ന് കയറി വരിക എന്നുള്ളത്. അങ്ങനെ കയറി വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ലോങ് ടേം പ്രോസസ്സാണ്. നേരെ മറിച്ച് കുറുക്ക് വഴികളുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ കുറുക്ക് വഴികളിൽ പോകുമ്പോൾ പലപ്പോഴും അവരവരുടെ ഡിഗ്നിറ്റി ഒന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു പൊസിഷനിലോട്ട് എത്തിയിട്ടായിരിക്കും നമ്മൾ നിയമങ്ങളെല്ലാം പറയുക. ആ പൊസിഷനിലോട്ട് എത്തുന്നിടം വരെ നമ്മളൊന്നും മിണ്ടിയെന്ന് വരില്ല. നമ്മളുടെ എളുപ്പ വഴികൾ എന്താണോ, ആരാണോ നമ്മൾ സഹായിക്കുന്നത്, അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ ചെയ്യണമെങ്കിലും ഞാൻ റെഡിയാണെന്നാണ് ആളുകൾ ചെയ്യുന്നത്. അതാണ് അവർ സക്സസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത്. ഈ അബ്യൂസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അബ്യൂസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരും അത് എൻജോയ് ചെയ്യുവാണെങ്കിൽ അതൊരു അബ്യൂസ് അല്ല. അപ്പൊ ആ വേർഡ് അബ്യൂസ് എന്ന് പറഞ്ഞൊരു വേർഡിനെ ഒരിക്കലും ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു,
ഇപ്പോൾ നമ്മൾ ഒരാളുടെ ടച്ചോ അല്ലെ തട്ടലോ മുട്ടലോ എൻജോയ് ചെയ്യുന്നവർക്ക് അത് അബ്യൂസ് അല്ലല്ലോ. അപ്പോൾ അതിന് ആ വേർഡ് നമ്മളവിടെ ഉപയോഗിക്കുന്നതാണ്, ആ വേർഡാണ് അവിടെ മാച്ച് അല്ലാത്തത്. അതിനെ മറ്റൊരാൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ തട്ടുവും മുട്ടവും ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. പുറമെ നമ്മൾ നോക്കുമ്പോൾ അത് അബ്യൂസ് ആണ് താനും, പക്ഷെ അവർക്ക് അതിൽ പ്രോബ്ലം ഇല്ല. അവർ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലേ, പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ. അത് എന്ത് തരം മെന്റാലിറ്റിയാണ്? പൊതുവെ നമ്മൾ ഇപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അവരോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റുകളൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് അത് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ തട്ടും മുട്ടയും ചെയ്തിട്ട് പോകുമ്പോൾ പോലും അത് ഇഷ്ടപ്പെടുന്നത് എന്ത് തരം മെന്റാലിറ്റി കൊണ്ടാണ്?